എല്ലാ സുഹൃത്തുക്കൾക്കും ദ ഔട്ട് സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീണ്ടും സാജു ചെറിയാൻ ജോയിൻ ചെയ്യാണ്. സാജിച്ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പോൾ ഞാൻ വീണ്ടും സാജിച്ചേട്ടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. അപ്പോൾ സാജിച്ചേട്ടാ, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കുറച്ച് ആളുകൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചേട്ടൻ അറിയാം, ഇപ്പോൾ ക്യാപ്പ് സീറ്റ് കിട്ടാനായിട്ട് നല്ല പാടാണ്. കാരണം ക്യാപ്പ് നിർത്തലാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഓൾറെഡി നിർത്തലാക്കി, പക്ഷേ ഇപ്പോഴും പഴയ ഡിസിഷൻ ലെറ്റർ ഡിസംബർ 4 മുമ്പ് ഡിസിഷൻ ലെറ്റർ കിട്ടിയവർക്കൊക്കെ പഴയ ക്യാപ് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പോൾ ക്യാപ് സീറ്റ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ പുതിയ എക്സാം ആൻഡ് ഓസ്കി അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസിഷൻ ലെറ്റർ കിട്ടിയവരൊക്കെ ക്യാപ്പ് ചെയ്യുന്നതിന് പകരം ഈ എക്സാം അല്ലെങ്കിൽ ഈ ഒരു ഓസ്കി ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടുന്നു, അതായത് വിത്തിൻ ഡേയ്സിൽ രജിസ്ട്രേഷൻ കിട്ടുന്നു, അവർ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോഴും ഒരു വിഭാഗം ആളുകൾ ക്യാപ്പ് സീറ്റ് കിട്ടാതെ ഇവിടേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പലരും നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു, പഴയ ഡിസിഷൻ ലെറ്റർ ഉള്ളവർക്ക് ഈ ഒരു പുതിയ എക്സാം പ്ലസ് ഓസ്കി ചെയ്യാൻ പറ്റുമെന്ന്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പെട്ടെന്ന് രജിസ്ട്രേഷൻ കിട്ടാനുള്ള ചാൻസും ജോലി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അവർക്ക് വെയിറ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും ടൈം കളയണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത്, കാരണം നമ്മൾ എല്ലാം ഇത് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താണ്, അതിൻ്റെ അകത്ത് പറയുന്നത് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ 1-2 പേര് പറഞ്ഞു ഇല്ല, നഴ്സിംഗ് കൗൺസിലിനോട് സംസാരിച്ചപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്യുണ്ടായി. അപ്പോൾ NECET ലെവലിൽ ഇതൊന്ന് ഇൻവോൾവ് ചെയ്ത് നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം ഞാൻ ചേട്ടനെ അറിയിക്കുകയും ചേട്ടന് എന്നോട് ഒരു ബേസിൽ നഴ്സിംഗ് കൗൺസിലിനോട് സംസാരിച്ച് നമുക്കൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മറുപടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് ചേട്ടൻ ഒന്ന് പങ്കുവയ്ക്കാമോ? അതെ, അപ്പൊ ഞാൻ ഇപ്പോ ജനൻ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങള് ജനൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, ഇങ്ങനെയൊന്ന് നഴ്സിംഗ് കൗൺസിലിനെ കോൺടാക്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ നഴ്സിംഗ് കൗൺസിലിന്റെ CEO ആയിട്ടുള്ള കാത്തറിന് ഞാൻ ഇമെയിൽ അയച്ചിരുന്നു, ഈ ഒരു കൺസേൺ ഇങ്ങനെയുണ്ട്, അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കാത്തറിൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാപ്പിന്, അതും ഒരു പാർട്ടായിട്ട് പലരും എന്നോട് ചോദിച്ചതാണ്, ഇപ്പോൾ ക്യാപ്പിന് സീറ്റ് കിട്ടാനുള്ള ഡിലേ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ഡിസിഷൻ ലെറ്ററിന്റെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ വാലിഡിറ്റിക്കുള്ളിൽ അവർക്ക് ക്യാപ്പ് ചെയ്യാനായിട്ടുള്ള സീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ക്യാപ്റ്റൻ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അതിന് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാം. കാരണം അവർക്ക് മനസ്സിലാക്കുന്നു ഈ ക്യാപ്പിന് സീറ്റ് കിട്ടാനായിട്ടുള്ള ഡിലേ ഉണ്ടെന്നുള്ളത് അവർക്ക് ക്ലിയർ ആണ്. നഴ്സിംഗ് കൗൺസിലിന് അതിനെ കുറിച്ച് ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇത് ഡിസിഷൻ ലെറ്റർ എക്സ്പയർ ആവുകയാണ്, നിങ്ങൾക്ക് ഇപ്പോഴും ക്യാപ്പിന് സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്റ്റൻഷൻ തരും. അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ അവരോട്, ഈ IQNs ഓൾറെഡി നമുക്ക് പഴയ ക്യാപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ ലെറ്റർ കിട്ടിയ IQNsന് പുതിയ ഓസ്കി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത്, if an IQN wishes to be considered under the new test of competence, then they should email their request for us to consider. We are currently offering an options to change to the new test of competence program. അവരിപ്പോൾ അത് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി ക്യാപ്പ് ഡിസിഷൻ ലെറ്റർ കിട്ടിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ആ ഡിസിഷൻ ലെറ്ററിന്റെ റെഫറൻസും വെച്ചിട്ട് നിങ്ങൾ അവർക്ക് ഇമെയിൽ അയച്ചിട്ട് പറയാം, എനിക്കിത് പുതിയ ഓസ്കി പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിന് വേണ്ട ലെറ്റർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത്, we have given this option on a monthly basis for the last 3 months. 3 മാസമായിട്ട് അവർ പലർക്കും ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചോദിച്ച കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനെങ്കിലും അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഈ പുതിയ ഇതിനുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആ പ്രോസസ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്താണ് പുതിയ ഓസ്കി എന്നുള്ളതും എന്താണ് പഴയ ക്യാപ്പ് എന്നുള്ളതും അതിന്റെ ഡിഫറൻസ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് ഏതിനാണ് കോൺഫിഡൻസ് എന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആ ചേഞ്ച് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പൊ അത് ആർക്കും പെട്ടെന്ന് ഒരു ആൻസർ പറയാവുന്ന ഒരു ചോദ്യമല്ല. അപ്പൊ എന്നോട് എന്നോട് 1-2 പേര് ചോദിച്ചൊരു ചോദ്യമാണ് അത്. ചേട്ടാ, ഞാൻ പഴയ ക്യാപ്പിന് വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതേ പുതിയ ഓസ്കിയിലേക്ക് പോകുന്നതാണോ നല്ലതെന്ന്. അപ്പൊ ആ ഒരു ചോദ്യത്തിന്
അത് ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. നമുക്ക് നോളജ് അതിനകത്തൊരു ലെവലെല്ലാം നമുക്ക് അതിനകത്തൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും നമ്മള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു 6 വീക്സ് പ്ലേസ്മെന്റ്, ഇപ്പൊ ചില പ്ലേസ്മെന്റിന്റെ വീക്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്ലേസ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ പ്രിസെപ്റ്ററേയും നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഏരിയയൊക്കെ അനുസരിച്ച് ഡിപ്പെൻസ് ചെയ്തിട്ട് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സ്കില്ലും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. പുതിയ ഓസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതുക, പാസ്സാവുക. പിന്നെ നിങ്ങൾ ഓസ്കി നിങ്ങൾക്ക് 1 ഡേയിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. 1 ഡേയിൽ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ്. അപ്പൊ അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ വീണ്ടും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് സൈഡ്. ഈ പുതിയ ഓസ്കിയെ കുറിച്ച് പഴയ ക്യാപ്പിന് നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു ലെങ്തി പ്രോസസ് ആണ്. പിന്നെ നമ്മൾ അതിന്റെ അപ്പീലിനൊക്കെ പോയി നമുക്ക് കിട്ടുമ്പോഴേക്കും മന്ത്സ് ഓഫ് വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് വരുന്നത്, ടൈം പോകുന്നത്. പക്ഷെ പുതിയ ഓസ്കിയിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം 3 ടൈംസ് നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും 3 ടൈംസ് ഓസ്കിക്കാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇമ്മീഡിയറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ്, നിങ്ങൾക്ക് എന്താണ് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ കൗൺസിൽ പറഞ്ഞിരിക്കുന്നു, അത് അവര് ഓപ്പൺ ആയിട്ട് എങ്ങും അവരുടെ ഒരു വെബ്സൈറ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊരു ആൾക്കാർക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണ്. CEO തന്നെ എനിക്ക് ഇമെയിലായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം ഇതാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ നമ്മൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി. ദിസ് ഇസ് ജെറിൻ ആൻഡ് സാജു ചെറിയൻ സൈനിങ് ഓഫ്.